Behind Woods presents Anvishipin Kandathum Grand Treasure Hunt supported by Nakshatra Gold and Diamonds, Palm Tree, Baggy School of German and Kerala Matrimony. പിരിയാത്ത ബന്ധങ്ങൾക്കായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡേറ്റ്സിനും നട്ട്സിനും ബെസ്റ്റ് പാം ട്രീ തന്നെ. ബാഗി സ്കൂൾ ഓഫ് ജർമ്മൻ. കേരള മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ഇൻട്രസ്റ്റ് നോക്കി കണക്ട് ആകൂ. സോഷ്യൽ മീഡിയ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രഷർ ഹണ്ടാണ്. ഒരുപാട് പ്രിയപ്പെട്ട 6 ഫേമസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് നൽകാൻ പോകുന്നത്. ഒരു ഗ്രാൻഡ് സർപ്രൈസുമാണ്. പണിയുമായിട്ടാണ് ഞാൻ ഓട്ടോയിൽ അവരെ കയറ്റി വിട്ടേക്കുന്നത്. എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ പാർട്ട്ണറിനെ ഇവർ അണിയിച്ചൊരുക്കണം. അപ്പം 2 ആണ് ഇതിൽ കണ്ടെത്തേണ്ടത്. ഇതിലെ കള്ളി ആരാണ്? ഇത് കാസർഗോഡ് നിന്ന് വണ്ടി കയറി വന്നതാണ്. ചെറിയൊരു അൺഹാപ്പിനെസ് ഉണ്ട് അല്ലേ? ഹായ്, മീരയാണ് and welcome to Behind Woods presenting Anvishipin Kandathum, a grand treasure hunt supported by Nakshatra Gold and Diamonds, Palm Tree, Baggy School of German and Kerala Matrimony. സോഷ്യൽ മീഡിയ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രഷർ ഹണ്ടാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ മത്സരാർത്ഥികൾക്ക് വേണ്ടി അന്വേഷിപ്പിൻ കണ്ടെത്തും ടീം നൽകാൻ പോകുന്നത് ഒരു ഗ്രാൻഡ് സർപ്രൈസുമാണ്. അപ്പോൾ മത്സരാർത്ഥികളായിട്ട് നമ്മുടെ ട്രഷർ ഹണ്ടിൽ ഇന്ന് മാറ്റുരയ്ക്കാനെത്തുന്നത് നിങ്ങൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ട 6 ഫേമസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോപ്പി ഫുട്ബോൾ ചലഞ്ച്. 3 ഗോൾ പോസ്റ്റുകളും അതിന് നടുവിലായി ഒരു കോണും വഴുക്കലുള്ള ഈ ടർഫിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ 2 പേരും കിക്കുകളിലൂടെ കോൺ മറിക്കുന്ന പക്ഷം മാത്രമേ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ക്ലൂ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അടുത്ത മത്സരത്തിലേക്ക് പോകാൻ ആരും അർഹരായിരിക്കില്ല. സോപ്പി ഫുട്ബോൾ ചാലഞ്ചിന് ഗേൾസ് റെഡിയാണോ? റെഡിയാണ് ചേച്ചി. ചേച്ചി ചെയ്ത് കാണിച്ചായിരുന്നു. നിങ്ങളുടെ പ്രായമല്ല, എനിക്കൊന്നും സാരമില്ല ചേച്ചി ആദ്യം ചെയ്ത് കാണിച്ചു. എന്നാലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അയ്യോ, ഇത്ര ഓടിയാ പോരാ, നിങ്ങൾ കുറച്ചുകൂടെ ഓടണം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ കം ഓൺ കം ഓൺ. പോരാ പോരാ. ആദ്യം വാങ്ങിച്ചാൽ ആദ്യം ക്ലൂ. കം ഓൺ. ഷോ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ്. ഇതെന്നെ എന്നെ വന്നത്. അമൃത ഗുഡ് ട്രൈ. കിട്ടിയിട്ടുണ്ടോ? അവരൊരു ഗോൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ 2 പേര് അമൃത ആൻഡ് ആഷിക കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. ഓടിക്കൊണ്ടോ അമൃത. തട്ടി തട്ടി തട്ടി. അർഷിത അടിച്ചോ? സോ നമ്മുടെ ആദ്യത്തെ ക്ലൂ കരസ്ഥമാക്കുന്നു അമൃത ടീമാണ്. ഓടിപ്പോ ആ ക്യാമറയുടെ ട്രഷർ ഹണ്ടിൽ മത്സരാർത്ഥികളുടെ സാരഥികളാണ് ഈ കാണുന്ന 3 പേർ. എന്നാൽ ഇവർക്കുമുണ്ട് ചില പ്രത്യേകതകൾ. എൻ്റെ പേര് ശിവു. ഞാൻ എൻ്റെ ഓട്ടോ ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കാറില്ല. കൊച്ചിക്കൂടി നമ്മൾ ചീറിപ്പാഞ്ഞ് പോണോണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരെ നമുക്ക് തന്ന പേരാണ് പീഡർ തമ്പി. പക്ഷെ ആകെയുള്ള സീൻ എന്ന് വെച്ചാൽ വണ്ടി ഫുൾ ടൈം കംപ്ലൈൻ്റ് ആയിരിക്കും. വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ആവും.
मेरे अरे भाई मेरा नाम मालू भाई है मैं के बंगाल में आया है ड्राइविंग करने के लिए अच्छा है केरल अच्छा है कटरा बहुत अच्छा है मैं मलयालम കുറച്ച് കറിയാം ഓ കന്നഡ പറഞ്ഞു ചേട്ടാ പെട്ടെന്ന് തീർത്താ പെട്ടെന്ന് ക്ലൂ തരാം. Come on. Yay! നമ്മളിതിലേക്ക് കേരളം ഒന്ന് പഠിച്ചാൽ മൂന്നായാലോ. ഓക്കെ ചേട്ടാ come on let's go. പറക്കാൻ പറ്റത്തില്ല. ഇനി അഷികൻ ടീമും മാത്രമേ ഉള്ളൂ. ബാക്കി 2 ടീമിനും ക്ലൂസ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പോയി കഴിഞ്ഞു അവർ ഓൾറെഡി. നിങ്ങളും കൂടെ പെട്ടെന്നാക്കണം. ഗേൾസ് കം ഓൺ ഓടിക്കോ. ആ ഓ അല്ല ഇത് മതി. പിന്നെ ഒരു 2 സ്റ്റെപ്പ് കിട്ടി അങ്ങനെ പോയാലോ. ചേട്ടാ കുറച്ച് പെട്ടെന്ന് പോണേ. ഓക്കേ ഡണ്ട് ദേ You can do this. Yes, you can do this. Come on. ചേട്ടാ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചേട്ടാ. ഇവിടെ നിർത്തണോ? എനിക്ക് ഫാസ്റ്റിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ചേട്ടാ പിന്നെ ചേട്ടൻ ഡ്രൈവർ ആയത് അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് നേരത്തെ എത്തണം. അങ്ങനെ പറയല്ലേ മക്കളെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ കൊച്ചിയിലെ സ്ഥലം മൊത്തം നമ്മക്കറിയാം. നമ്മ സ്പോട്ടിൽ എത്തിക്കും. നമ്മ സ്പീഡ് അതേപോലെ എത്തിച്ചെന്നാ പോരെ. നമ്മളറിയപ്പെടുന്ന സ്പീഡ് തമ്പീന്നാണ്. പക്ഷെ വേറെ തീരുന്ന വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മ എത്തുക എന്നുള്ള സംശയം ഉണ്ടാ. പെട്ടെന്ന് തോന്നുന്നു. എന്താ ചെയ്യാന്ന് വെച്ചാ ഒന്നും കൂടി ചവിട്ടേട്ടാ. ചാട്ടാവുന്നുള്ളൊരു സംശയം ഉണ്ടാ. ഒന്നും കൂടി ചവിട്ടി നോക്ക്. ആ പണി പാളിന്ന് തോന്നുന്നു. ഒരു പണി ചെയ്താല ഇറങ്ങി തള്ളു. നമുക്ക് സ്ഥലത്തെത്തണ്ടേ. എത്തണ നീ ഞാൻ കൂളാക്കണ. എന്നാ തള്ളെന്ന തള്ളു 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 ഉഷാറാക്കങ്ങാട് നമുക്ക് എത്തണ്ടേ. അപ്പുറത്ത് പോ. ഞങ്ങൾ തള്ളിയാലോ. തള്ളു 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 ഞാനങ്ങ തള്ളങ്ങാട് തള്ളങ്ങാട് പോരട്ടെ പോരട്ടെ നോക്കുന്നുണ്ട് കേട്ടോ. പോരട്ടെ ഇത്രയും കെട്ടി ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ തള്ളങ്ങാട് മതി തുടങ്ങി. ഇല്ല ഇത് സംഭവം വേറെ. തള്ളിക്കോ തള്ളിക്കോ തള്ളിക്കോ. ഇതാണെന്ന് നീലാക്കണ്ടത്. അത് കുഴപ്പമില്ല. കാറ്റ് കിട്ടുന്നുണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ മക്കളെ. എനിക്ക് ഒരുപാട് സ്പീഡിൽ പോവാൻ പേടിയാണ്. അങ്ങനെയൊന്നും പറയല്ലേ. എന്നെങ്കിലും ഒന്ന് മര്യാദക്ക് എടുക്കട്ടാ. മര്യാദക്ക് ഇതിൽ എന്ത് മര്യാദ. നമ്മറിയില്ല നമ്മ തമ്പിയാണ് സ്പീഡ് തമ്പി. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതിനു മുമ്പ് 2 പേരൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ അപകടമൊന്നും വേറെ മരിച്ചൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മ സേഫാണ്. അതൊന്നും നമുക്കൊരു സീനുമല്ല. എല്ലാ സാധനവും നമ്മക്കുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഫുൾ കവറാണ്. ഒരു സീനുമില്ല. അങ്ങ് പിടിച്ചിരുന്നോടാ. എല്ലാ സ്ഥലവും നമുക്കറിയാം. നമ്മ സ്പോട്ടിൽ എത്തിച്ചേരും പോരെ. ആർക്കറിയാം? ദൈവത്തിനറിയാം. വേറെ ആരുമില്ല. എതിരാളികളില്ല. എനിക്ക് ആശയ അത് മനസ്സിൽ കണ്ടിട്ട് അടിക്കും. അങ്ങനെ അടിക്കാനോ? ആ ഓ ദേവിക ദേവിക വിചാരിച്ചു. ഇനി ഫസ്റ്റ് ക്ലൂ
വായിച്ചോ. ചേട്ടാ വണ്ടി എടുക്കും. ചേട്ടാ പെട്ടെന്ന് വിട്ടോട്ടോ. MG റോഡ് നക്ഷത്രം. MG റോഡ് നക്ഷത്രം. നക്ഷത്ര ഓക്കെ ചേട്ടാ വേഗം എടുക്കട്ടോ. ഓക്കെ ചേട്ടാ നമ്മള് മുന്നേ പോയ ഓട്ടോനേക്കാളും വേഗത്തിൽ പോകും. ചേട്ടാ ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കോ. ചേച്ചി പേടിക്കണ്ട ചേച്ചി. അതൊന്ന് ചേച്ചി ചേച്ചി മുന്നേ പോയ ഓട്ടോനേക്കാളും വേഗം പോണം ചേട്ടാ. വേഗം പോകാൻ പറ്റും ചേച്ചി. ബംഗാളിലൊക്കെ വേഗം പോയി പിടിക്കും ചേച്ചി. ഇവിടെ പോലീസ് പിടിക്കും ചേച്ചി. വലിയൊരു ഗട്ടർ, വലിയൊരു അപ്പുറത്തപ്പുറത്തൊക്കെ റോഡല്ലേ. കഷ്ടപ്പെട്ട് ഫസ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഓടി വന്ന് ചേട്ടൻ ഫോട്ടോയിൽ കയറി. ചേട്ടൻ മറക്കരുത്. അതെ പൊക്കി സംസാരിക്കാൻ വേണമെങ്കിൽ. എന്റെ പേര് ഷിബു. കൊച്ചു ഷിബു എന്നാണ് എല്ലാരും വിളിക്കുന്നത്. കൊച്ചു ഷിബു. അതെ, ഞാൻ ഈ 10 കിലോമീറ്റർ വേഗത്തിൽ കൂടുതൽ വണ്ടി ഓടിക്കത്തില്ല. വണ്ടി നിർത്തിയിട്ടിട്ട് ആൾക്കാർ നടക്കാൻ പറയായിരുന്നു. അതിന് സ്പീഡിൽ ആൾക്കാർ സ്പീഡ് പോയിട്ടാ വണ്ടി അങ്ങോട്ട്. പുണ്യാളച്ചന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ എപ്പോഴും. ഒന്ന് പിന്നാണ്ടിക്കണം, മനുഷ്യർ ടെൻഷനാക്കല്ലേട്ടാ. ടെൻഷനാക്കി ഏട്ടാ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഈ പരിപാടിക്ക് വേണ്ടി. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല. രക്ഷയില്ല. നിങ്ങളൊരു പണിക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. 3 ടീമിനെയും ക്ലൂസ് കൊടുത്ത് നമ്മൾ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോക്കാരുടെ കുറച്ച് രീതിയിൽ പണിയുമായിട്ടാണ് ഞാൻ ഓട്ടോയിൽ അവരെ കയറ്റി വിട്ടേക്കുന്നത്. ഇവർക്ക് മുന്നേ ഞാൻ എത്താൻ പോവാണ്. അതിനുവേണ്ടി എനിക്ക് വേണ്ടി മാത്രം ഒരു അൾട്രാ പ്രോമാക്സ് റൈഡറെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ പോയാലോ? സ്പീഡിലെത്തുന്നു. കാരണം ഞാൻ മട മേടിച്ചില്ല. അവിടെ മട ചൂടണ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നു. പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഇപ്പൊ തന്നെ പഴംപൊരി നോക്കാൻ നന്നായിട്ടുണ്ട്. ഹാപ്പി ഹാപ്പി. അമ്മ പറഞ്ഞില്ല സ്പൈഡർ തമ്മിയുടെ വാക്കാണ് എത്തിച്ചിരിക്കും. പിടിക്കുന്നോണ്ടാ. ഇയാളെ വാക്കും പഴയ ചാക്കും ഒന്ന് തന്നെയാണ്. സോ ഡ്രസ്സ് മാറി ഞാൻ എത്തിക്കഴിഞ്ഞു. 8ന്റെ പണിയായിരുന്നു കേട്ടോ നമ്മുടെ 3 ടീമിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 2ാമത്തെ ചാലഞ്ച് നടക്കാൻ പോകുന്ന നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡിൻ കൊച്ചിനിലെ ഷോറൂമിലാണ്. ഇവർക്കുള്ള 2ാമത്തെ ചലഞ്ച് ഇതാണ് കേട്ടോ. 10 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ പാർട്ട്ണറിനെ ഇവർ അണിയിച്ചൊരുക്കണം. 10 ലക്ഷം കൃത്യമായിരിക്കണം ആ വാല്യൂ എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കിടിലിനാളിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡൻ വാസു. ഗോൾഡൻ വാസുചേട്ടനാണ് ഇവരിടുന്നത് 10 ലക്ഷത്തിന്റെ ഓർണമെന്റ്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ഇവർ എഗെയിൻ അത് 10 ലക്ഷം ആക്കാൻ വേണ്ടി വീണ്ടും പ്ലേ ചെയ്യണം. 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഇവർ എഗെയിൻ പ്ലേ ചെയ്യണം. ഇതാണ് നക്ഷത്രം അല്ലേ? എത്തിയോ? അപ്പൊ അറിയാലോ, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കിഡിലൻ സെലക്ഷൻ ഉണ്ട്. 10 ലക്ഷത്തിന് വേണം അണിയിച്ചൊരുക്കാനുള്ളത്. ആരാരെയാണ് അണിയിച്ചൊരുക്കാൻ പോകുന്നത്? ഓക്കെ, അമൃതയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലേഡീസ് നോട്ട് ദ പോയിന്റ്. 10 lakh rupees ഗോൾഡൻ വാസുചേട്ടൻ അവിടെ ഉണ്ട്. നിങ്ങളുടേത് കൃത്യമായി അളക്കാൻ വേണ്ടി. ചേട്ടാ तुम्हारा नाम क्या है? എന്താ धन्यवाद जी.
ഒരു കാര്യമുണ്ട്, ചേട്ടൻ ഒന്നും മിണ്ടുന്നതായിരിക്കില്ല. നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. വേഗം 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 അയക്കോ. ബാക്കി 2 ടീമും കൂടെ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ചേട്ടാ നമുക്കൊരു പരിപാടി എന്താ സമയം ഓ പിന്നെ ബംഗാളിൽ നിന്ന് ഷാറൂഖ് ഖാൻ അല്ലേ ഇരുന്നല്ലേക്ക് ഓളം ഉണ്ടാക്കാൻ. ഇത് ഇതിന്റെ കൂടെ മാച്ചാവും അല്ലേ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ചേട്ടനല്ലേ മറ്റേ ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ? ആരാ പേര്? ഇത് പേര് അറിയില്ല ചേട്ടാ. എന്താ പേര്? ഗോൾഡൻ വാസു. ഗോൾഡൻ വാസു. എല്ലാം എന്റെ പേര് വെറൈറ്റി ആണല്ലോ ഇന്ന് പരിചയപ്പെടുന്നത്. ഓട്ടോയിലെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? രണ്ടാളും ഓക്കെ അല്ലേ? ദൂരെ വെക്കണോ ഇവിടെ? ഇപ്പൊ 10 ലക്ഷം ആയിട്ടില്ല. ആയില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നും കൂടെ ഓടും. ചേച്ചി ഡ്രസ്സൊക്കെ മാറ്റി. നമ്മളാണ് വളഞ്ഞ് എവിടെയൊക്കെ എത്തി ഞങ്ങള്. ഒന്നും പറയണ്ട. ആണോ? 8ന്റെ പണിയായിരുന്നു അല്ലേ? എന്തായാലും പേടിക്കണ്ട. 16ന്റെ പണിയാണ് കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു കാര്യം ചോദിച്ചു, നിങ്ങളൊക്കെ പെൺകുട്ടികളാണോ? എന്താ പറ്റിയേ? പെൺകുട്ടികളായി കഴിഞ്ഞ വിലയൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട്. കൂടുതലുണ്ട്. ഇതെങ്ങനെയുണ്ടായത്? ഏറ്റവും മുകളിലല്ലേ? നമസ്കാരം. ചേട്ടാ എന്തായാലും ഇത് 10 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ആയിട്ട് സംസാരിച്ചു. അപ്പൊ പോലെ ഇത് കൊണ്ടുപോകും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? ഞാൻ കൊടുക്കാം. ഇത് ഇന്ന് വല്ലതും നടക്കുവോ? വേഗം ഇതൊക്കെ ഊരാനിടാനൊക്കെ പഠിക്കണം. കഴിഞ്ഞ തവണ പറ്റിയ പോലത്തെ ഇനി നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നമ്മ കൊച്ചിയിൽ അറിയപ്പെട്ടതന്നെ തമ്പി എന്ന് പറഞ്ഞു. ചേട്ടൻ നല്ല സ്പീഡിലൊക്കെ പോകുമല്ലോ അല്ലേ? നിങ്ങൾ കണ്ടോ ഞങ്ങൾ പോണ പോക്കെ എങ്ങനെയാണ്? അല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു ചേട്ടൻ ഒരുപാട് നടച്ചതാ. ചേട്ടനെ പോലെ തമ്പി പോലെ ഓക്കെയാണ് ചേട്ടാ. എന്തായാലും ഇത് ഓക്കെയാണ്. താങ്ക് യു. പിന്നെ മീരയുടെ ഇതും കൊണ്ട് പൊക്കോ കേട്ടോ. ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും അടുത്ത ക്ലൂ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവാണ്. കമ്പനി പടിയിലേക്ക് ചേട്ടൻ വണ്ടി കയറിയില്ലേ? ആ ചേച്ചിമാർ സമ്മതിച്ചില്ലേ? എന്തിന്? ബാത്റൂമിൽ പണി പണി കണ്ട ടീച്ചറോ? പ്ലീസ് ചേട്ടാ, നമുക്ക് പിന്നെ പോയാ പോരെ? ഇത് കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്. അല്ലേ? പിന്നെ സൗന്ദര്യ ശാപമായി തോന്നേക്കോണോ? ഇപ്പൊ ഇത് 10 ലക്ഷത്തിനുണ്ട്. ഞാൻ അവശേഷിക്കുന്ന ലാസ്റ്റ് ക്ലൂ ഇവർക്ക് കൊടുക്കാൻ പോകണം. നിങ്ങൾ എപ്പോഴും ഭയങ്കര ഡിലേ ആണ് കേട്ടോ. ഇത് അയക്കണ്ടേ? കമ്പനി പടിയിലെ ഈന്തപ്പഴം. അവർക്ക് ഇതിനേക്കാൾ നല്ല ടെൻഷനാണ്. 2 സ്റ്റെപ്പൊക്കെ ഇട്ട് നല്ല കൂളായിട്ട് ചില്ലായിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടൊക്കെ നമുക്ക് പുഷ്പമാല മാറ്റിക്കോ. നിങ്ങൾ കൂളായിട്ടിരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ബ്രോ. ചേട്ടാ എനിക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? കിടന്നുറങ്ങായിരുന്നില്ലേ അവിടെ? അപ്പോൾ ഞാനും വാസുചേട്ടനും കൂടി നമ്മുടെ 3 ടീമുകളെ ഒന്ന് വട്ടം കറക്കി അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടിട്ടുണ്ട്. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഓക്കെ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞു ചേട്ടാ. മീര കല്യാണം കഴിച്ചാണോ? എന്റെ പൊന്നു ചേട്ടാ,
ഇനിയിപ്പോൾ ഇത് എപ്പോൾ പോയി എങ്ങനെ നടക്കാനാണ് എനിക്കൊന്നും അറിയുന്നില്ല. കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ലേറ്റ് ആയി പോയി. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാലഞ്ചിലേക്ക് ഒന്ന് കടന്നാലോ? റെഡി? ഓക്കെ, എൻജോയ്. ഗേൾസ്, നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡേറ്റ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, സ്പൈസസിന്റെ കൊച്ചിയിലെ ഏറ്റവും വലിയ ദി ബിഗ്ഗസ്റ്റ് ഷോറൂമായ കമ്പനി പടിയിൽ സ്ഥിതി ചെയ്യുന്ന പാം ട്രീയിലാണ്. ഇവിടെ 3 ജാറുകളായിട്ട് കിവി, ഡേറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് 3 ടീമിനും തിരഞ്ഞെടുക്കാം. ഒരു ഭാഗ്യമുണ്ട്. ഭാഗ്യം എന്താന്നുള്ളത് തീർന്നു കഴിഞ്ഞായിരുന്നു ഞാൻ പറയുന്നത്. സോ തിരഞ്ഞെടുത്തോളൂ, വേഗം തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ എത്ര നമ്പറാണ്, എത്ര കൗണ്ടാണ് ഇത് ഉള്ളതെന്ന് എണ്ണി തിട്ടപ്പെടുത്തണം. അല്ല 210. ഇപ്പൊ എത്രയായി അഷിക? പറഞ്ഞു 114. 114 ആണോ 16 ആണോ? 116. ഒന്നുകൂടെ ഉറപ്പിച്ചേ. 140 ഉറപ്പ്. 121 നേരത്തെ പറഞ്ഞേ. അല്ല 122. അല്ല ഒന്ന് പറഞ്ഞുപോയി. 153. 230. ശരിക്കും ഇതിലുണ്ടായിരുന്ന നമ്പർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കോ? ആവാനാണ് ചാൻസ്. എന്നാൽ ഇവരുടെ ഇതിനകത്തുണ്ടായിരുന്നത് 225 മാത്രമാണ്. ഈ 5 ഇവിടെ കൂടുതൽ ഞാൻ കറക്റ്റ് പറയാം. ഓക്കെ, എത്രയാണ്? 372 289. ഇത് എന്ത് കണക്കാ നിങ്ങൾ എണ്ണിയത്? 661 ഇവർക്ക് ശരിക്കും ഇതിനകത്തുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 558 ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഈ 230 ഇതിൽ കറക്റ്റ് ഉത്തരം. 530 ഇവർ കൗണ്ട് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇവർക്ക് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്ന കിവി 535 ആയിരുന്നു. ആൾക്കാരെ തന്നെ വിളിച്ച് ഇപ്പം റീകൗണ്ടിങ്ങിലേക്ക് മറ്റേ എനിക്ക് കാണേണ്ടത്. എനിക്കറിയില്ല. എനിക്ക് ടീം തന്നത് ആക്ച്വലി 225 എന്നുള്ള കാർഡാണ്. പക്ഷെ ഇതിൽ 230 ഉള്ളത് കൊണ്ട് ഞാൻ ഇവരെ ഒട്ടും പറയില്ലല്ല. ഇവര് വളരെ മുന്നിട്ടായിരുന്നു. അടുത്ത ക്ലൂ നൽകുന്നു ടു ആമി ആൻഡ് ഇഷിത. Plata o plomo. Plata o plomo. Plata o plomo. ബിഹൈൻഡ് വുഡ്സ് പ്രസന്റിംഗ് അന്വേഷിപ്പിൻ കണ്ടെത്തും ദ ഗ്രാൻഡ് ട്രഷർ ഹണ്ട്. അപ്പോൾ 3 ചാലഞ്ചസ് കഴിഞ്ഞ് ദി ഗേൾസ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സുന്ദരികളായിട്ട് എൻ്റെ അടുത്തുണ്ട്. സോ നിങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? ഇനി ഒരു കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ? ഉണ്ട്. കേരള മാട്രിമണി അറിയാലോ, കേരളത്തിലെ ദ ബിഗ്ഗസ്റ്റ് മാട്രിമണി സർവീസ് ആണ്. സോ ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് ആണ്, ലക്ഷക്കണക്കിനുള്ള സക്സസ് സ്റ്റോറീസ് ആണ് കേരള മാട്രിമണിക്കുള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഏജ്, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, പ്ലേസ്, ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള ഫിൽട്ടർ നമുക്ക് ചെയ്ത് നമ്മുടെ ചോയ്സിലേക്ക് എത്താനായിട്ടുള്ള ഒരു കാര്യം കൂടി കേരള മാട്രിമണിക്കുണ്ട്. ഞങ്ങൾ ഇതേ ഒരു ചിറ്റും പേനയും വെച്ചിട്ടുണ്ട്. സോ ഒരാൾ ആ ചിറ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ 3 കാര്യങ്ങൾ ചോദിക്കും. ഏജ്, പ്ലേസ്, പിന്നെ ഒക്യുപ്പേഷൻ. ഇത് 3 എഴുതണം നിങ്ങളുടെ ചോയ്സിൽ. എന്നിട്ട് ഇതിനകത്തോട്ട് ഇടണം.
വിത്തിൻ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ, അതായത് ഏറ്റവും ചെറിയ ടൈമിനുള്ളിൽ നിങ്ങൾ എഴുതിയ ആ കോമ്പിനേഷനുള്ള ചിറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കുന്ന ആളായിരിക്കും ഈ സെഗ്മെന്റിന്റെ വിജയ്. സോ അമൃതയുടെ ഇഷ്ടങ്ങൾ എഴുതുന്നത് റോഷ്ന ആയിരിക്കണം. റെഡി? അപ്പൊ നമുക്ക് എല്ലാവരും ടീം അനുസരിച്ചൊന്ന് നിന്നാലോ. ആദ്യം എഴുതുന്നത് യുവർ ചോയ്സ് ഓഫ് ഏജ്. എത്ര വയസ്സ് വേണം? 29. യുവർ ചോയ്സ് 27. ആൻഡ് റോഷ്ന? വയസ്സാണ് ആദ്യം ഞാൻ ചോദിച്ചത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പയ്യന് വേണ്ട പ്രൊഫഷൻ, ജോലി. ഇവിടെ സോഫ്റ്റ്വെയർ, ബാങ്ക് എംപ്ലോയി. ഓക്കെ. ഏത് സ്ഥലത്തു നിന്നുള്ള പയ്യന്മാരെയാണ് നിങ്ങൾ കൂടുതലായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? കണ്ണൂര്. ഇവിടെ കൊച്ചി. ഒരു നാണമുണ്ട്. ട്രിവാൻഡ്രം. എഴുതിയ കാർഡ് മടക്കുക, ചിറ്റ് മടക്കുക. മടക്കിയിട്ട് നിങ്ങളുടെ ഈ കേരള മാട്രിമണിയുടെ ബൗളിലേക്ക് ഇടുക. 3 പേര് നല്ലോണം മടക്കി ഇടുക. 4 മടക്കി, അതിൽ കൂടുതൽ അറിയാൻ പാകത്തിന് മടക്കണ്ട. ഓക്കെ, ഇട്ടു. എന്നിട്ട് നമ്മളൊന്ന് ഷഫിൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മളൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി അറിയാലോ, ഇനി നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾ എഴുതിയ കോമ്പിനേഷനിൽ ആ ചിറ്റ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുക്കുന്ന ആളായിരിക്കും കേരള മാട്രിമണിയുടെ ഈ സെഗ്മെന്റിന്റെ വിജയ്. ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ എഴുതിയ കോമ്പിനേഷൻ വേണം, നിങ്ങളുടെ വയസ്സ്, പ്രൊഫഷൻ, പ്ലേസ്. കിട്ടി? ഓ, 28 വയസ്സുള്ള ബാങ്ക് എംപ്ലോയി ആയ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഒരു പയ്യനെയാണ് കേരള മാട്രിമണിയിലൂടെ നമ്മുടെ റോഷൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ദേവിക ആഗ്രഹിച്ചിരിക്കുന്നത് 27 വയസ്സുള്ള സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള എനിവൺ ക്യാൻ അപ്രോച്ച് ദേവിക. 29 CA കിട്ടി. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ കണ്ടില്ല. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. നല്ല ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് ഉള്ള ഒരു സർവീസ് പാനൽ കൂടിയാണ് കേരള മാട്രിമണി. സോ ഗേൾസ്, താങ്ക് യു സോ മച്ച് ആൻഡ് സേ ചിയേഴ്സ് ടു കേരള മാട്രിമണി. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ഗ്രാൻഡ് ട്രഷർ ഹണ്ടാണ് നിങ്ങൾ 6 പേരും അറ്റൻഡ് ചെയ്തത്. ഔട്ട്ഡോർ ഇൻഡോർസ് ഒക്കെ ആയിട്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ പടവെട്ടി പൊരുതി കയറിയ ആ വിജയിനെയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സോ ഇനി കാത്തിരിക്കുന്ന ഇവരെല്ലാവരും തുടക്കം മുതൽ കാത്തിരിക്കുന്ന ആ ഗ്രാൻഡ് സർപ്രൈസ് എന്താന്ന് നമ്മളിതാ അറിയാൻ പോവാണ്. Behind Woods presenting Aneshipin Kandathum, a grand treasure hunt supported by Nakshatra Gold and Diamonds, Palm Tree, Baggy School of German and Kerala Matrimony. So നമ്മുടെ challenges ഒക്കെ കഴിഞ്ഞ നമ്മുടെ ഇഷിത ആൻഡ് ആമി ഇതാ വിന്നേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഗിഫ്റ്റ് ഏറ്റുവാങ്ങാൻ റെഡി ആണോ ഗേൾസ്? യെസ്. ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അല്ല എന്നാലും ഞാൻ 24th കാസർഗോഡ് വണ്ടി കയറി വന്നതാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. ചെറിയൊരു അൺഹാപ്പിനെസ് ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ചെറുതല്ല, കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കുന്നില്ല കൂടുതലായിട്ട്. ഞങ്ങൾ പറഞ്ഞ ഗ്രാൻഡ് സർപ്രൈസ് ഇതൊന്നും അല്ല. നിങ്ങൾ ഞെട്ടാൻ റെഡിയാണോ? ഞെട്ടാൻ റെഡി ആണെങ്കിൽ മലയാള സിനിമയെ ഓരോ ഇഞ്ചിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂപ്പർ താരത്തെ ഞാനൊന്ന് വിളിച്ചാലോ? റെഡി? ടൊവിനോ തോമസ്. ഈ ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോകുന്ന എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകേണ്ട ഗിഫ്റ്റാ. യെസ്, ടോവി ഈസ് ഓൾ ഹിയർ. ഹലോ, നമസ്കാരം. ഒരു സന്തോഷ പ്രകടനം കെട്ടിപ്പിടിച്ചുമ്പോ കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. അവരാദ്യം ചോദിച്ചു, ചേച്ചി എന്താണ്? അപ്പൊ ടോവിയാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ അനേഷിപ്പൻ കണ്ടെത്തുവിന്റെ നമ്മുടെ സൂപ്പർ താരം, മലയാളത്തിന്റെ ഫിനോമിനൽ ആക്ടർ ടോവി. വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ് പ്രസന്റിംഗ് അനേഷിപ്പൻ കണ്ടെത്തും. ആഫ്റ്റർ എ ലോങ് ടൈം ദേ വീണ്ടും ഒരു കിഡിലൻ പടമായിട്ട് ടോവി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ 6 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു ടോവി. അതിൽ ഇവരാണ് 3 ചാലഞ്ചസ് ഒക്കെ ചെയ്ത് വിജയിച്ചത്. കാസർഗോഡ് ഭാഷയിൽ ടോവിക്ക് ഒരു ഹൈ പറഞ്ഞേനാ? ചോദിച്ചേ. അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ തിയേറ്റേഴ്സിൽ എത്താനിരിക്കുകയാണ്. ധൈര്യമായിട്ട് ചോദിച്ചോ. കാസർഗോഡ് കറക്റ്റ് കാസർഗോഡാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ലുക്ക്. ആദ്യം എല്ലാവരുടെയും അതല്ലേ ശ്രദ്ധിക്കുക. അതന്നെ അടുത്തറിഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് അറിയുള്ളൂ സ്വഭാവവും കാര്യങ്ങളൊക്കെ. അതല്ല, കണ്ണ്, ചിരി, അങ്ങനെ. എനിക്ക് അഭിനയം കണ്ടിട്ടാണ് ടോവിനോ ചേട്ടന് ഇഷ്ടമായത്. താങ്ക് യു സോ മച്ച്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്ത 4 പേരും കൂടെ ഉണ്ട് ടോവി. അവർ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോ ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. റെഡി? 4 എന്റെ ഗേൾസ് എന്തേ? ഗേൾസ് കം ഓൺ ഗേൾസ്. അമൃത, ദേവിക, ആഷിക, എല്ലാരും ഇരിക്കും. അങ്ങനെ ഇതാ വീണ്ടും
സുന്ദരിമാരുടെ ഇടയിലേക്ക് ഒരു സുന്ദരൻ ഇരിക്കുകയാണ്. എന്താണ് ടൊവിനെ പറ്റി എന്താണ് എക്സൈറ്റഡ് ആണോ? ഗേൾസ് പറയൂ, ഷെയർ ചെയ്യൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരുടെയൊക്കെ കൈയൊക്കെ പിടിച്ചു നോക്കിയാണ്. ഇന്നലെ തുടങ്ങിയതാ അന്വേഷിക്കാൻ നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും ഗ്രാൻഡ് ട്രഷർ ഹണ്ടിലെ ഞങ്ങളുടെ മത്സരാർത്ഥികളൊപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തിന്റെ സൂപ്പർ താരം ടൊവിനോ ഇസ് ഓൾ ഹിയർ. അപ്പൊ എന്തായാലും ഇനി ഗേൾസിനെ കൂടെ ഇൻവോൾവ് ചെയ്ത് നമ്മളൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. വേറൊന്നുമില്ല, നമ്മൾ പണ്ടൊക്കെ കള്ളനും പോലീസും ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് ഞങ്ങൾ ചെറിയ ചിറ്റുകൾ ഇടാൻ പോവാണ്. അപ്പം ടൂവിയാണ് ഇതിൽ കണ്ടെത്തേണ്ടത്. ഇതിലെ കള്ളി ആരാണ്? ഓക്കെ, അവരുടെ മുഖഭാവം വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല. കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞതല്ല ഇതൊക്കെ. അപ്പൊ ഞാനൊന്ന് വെറുതെ ഒന്ന് ടൂവി റെഡി? ഗേൾസ് റെഡി ആണോ? ഞാൻ കൊണ്ടുവരാം. യു ഹാവ് ടു ടേക്ക് ദ ചിറ്റ്സ് ഔട്ട്. നോക്കാൻ എന്റെ കണ്ണിലത് ഞാനിനി ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കള്ളി അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയി പോവും. എനിക്കറിയില്ല. സോറി, ഞാൻ അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. അത്രയും വൃത്തിയോടെ മറന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചു കണ്ണിക്കേടാണ്. ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ടോബി, യുവർ ടൈം സ്റ്റാർട്ട്സ്. ഇതിന് ടൈമുണ്ടോ? അതായത് ഇവരെ കണ്ണില് നോക്കി ഇവരിൽ ഏറ്റവും ഇന്ന് ഈ കള്ളി ചിറ്റ് കിട്ടിയ ആർക്കാണ്, ഈ കൂട്ടത്തിലെ കള്ളൻ ആരാണെന്ന് ടോബിനോ കണ്ടുപിടിക്കാൻ പോവാ. ഇത് 1 മിനിറ്റ് ഞാൻ തരുള്ളൂ. കൂടുതൽ വായി നോക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒന്നും അല്ല കേട്ടോ, ഹീസ് എ ജെന്യുവിൻ ജെന്റിൽമാൻ. എടുത്തെടുത്ത് പറഞ്ഞ സംശയം തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലുക്ക് കൊടുക്കണ ടോബിയുടെ മോശം നോക്കിയല്ലാരും. കണ്ണടച്ച് കാണിക്കും. ഒരു സൈറ്റ് കൊടുക്കുന്നു. അങ്ങനെ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ ഭയങ്കര പഠിച്ച കളികളാണോ? അതെ, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് അതെ ആരായിരിക്കും? അതെ 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 പറയൂ. പടത്തില് മറ്റേ CBI പടത്തില് ജഗദീഷ് ചേട്ടൻ കേസ് കല്യാണോ കല്യാണോ ഇവിടെ രാജഭരണമാണ്. ചാൻസ് ഇല്ല. നേരത്തെ അതിന് ജന്മനാൽ കള്ളക്ഷണം മൈൻഡ് ഡൈവേർട്ട് ചെയ്തോ. അതുള്ള കാര്യം നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയില് ഒരു എനിക്ക് തോന്നുന്നു പോലീസ് വേഷത്തിൽ കൽക്കിയുടെ ആ ഒരു ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കര ഒരു ഹീറോയിസം. അതിനേക്കാൾ 10 കിലോ കുറവാണ്. കൊമ്പിലല്ലോ. അതില്ല അതില്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കുന്നവരാട്ടോ ഞങ്ങൾ ഗേൾസ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അല്ല എന്നാലും കളറും പോലീസിന്റെ എനിക്ക് തോന്നുന്നു ഒരു പോലീസ് ഡ്രാമയായിട്ട് നമുക്ക് ഉൾപ്പെടുത്തുന്ന ഒരു ജോണറല്ലേ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നത്. ഇതൊരു പീരിയഡ് പോലീസ് ഡ്രാമയാണ്. അത് 1993-94 ആ കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഇതൊരു ഇത് അന്വേഷകരുടെയും കൂടെ കഥയാണ്. അന്വേഷണത്തിന്റെ മാത്രം കഥയല്ല. ഒരു 4 പോലീസുകാരാണ്. ഞങ്ങളാണ് ഈ കേസിലൂടെ ത്രൂ ഔട്ട് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് എങ്ങനെയാണ് ഒരു കേസ് അന്വേഷണം നമ്മളെ ക്യാരക്ടേഴ്സിനെ, അതായത് നമ്മളുടെ ഈ പോലീസ് ക്യാരക്ടേഴ്സിനെയൊക്കെ അവരെ സ്വാധീനിക്കുന്ന എങ്ങനെയാണ്, എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങി ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഐ മീൻ കുറെ പേര് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പരിചയമില്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കും എല്ലാ സെക്കൻഡിലും ഫ്രെയിമിൽ വന്നു പോകുന്നത്. അതല്ലാതെ പുതിയ ആൾക്കാരും ഉണ്ട് ഇവരുടെയൊക്കെ കൂടെ. ഒരു ത്രൂ ഔട്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഒക്കെ കണ്ടിരിക്കാവുന്ന ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷെ ഒരു ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ ഇതിനോടകം തന്നെ അതിന്റെ ട്രെയിലേഴ്സ് എല്ലാം തന്നെ സൂപ്പർ വൈറലായി മാറിക്കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ടൊവിനോനെ ഈ ഒരു പോലീസ് വേഷത്തിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, കാരണം ഒരു മിലിറ്ററി പോലീസ് ഒരു കേഡറ്റ് വേഷത്തിലേക്ക് എത്തുമ്പോൾ എന്തോ യു ലുക്ക് സോ ഡാം ഗുഡ്. ഇല്ല അതുകൊണ്ട് നിർത്തണ്ട, പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുമായതുകൊണ്ട് ടു വി ഞാനൊരു സെഗ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോട്ടലി അന്വേഷണമായിരിക്കും. കാരണം സിനിമ റിലേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം പറയുന്ന ഒരാൾ കൂടിയാണ് എന്റെ ടൊവി എന്ന് പറയുന്നത്. സോ ടക് ടക് ടക്. ഓക്കെ, റെഡി, ഹിയർ വി ഗോ. ആദ്യത്തത്, ജീവിതത്തിൽ
അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യം. സിനിമയിലെ അവസരങ്ങൾ. ഓക്കെ, സൂപ്പർ. കോളേജ് കാലത്ത് ഏതെങ്കിലും പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് പോയിട്ടുണ്ടോ? പറയണം. സ്കൂൾ സമയത്ത് ഒരു പെൺകുട്ടിയുടെ വീട് വീട്ടിൽ പോയിരുന്നു. എന്റെ ഭാര്യയുടെ വീടാണ്. ഞങ്ങൾ +1 +2 സമയത്തായിരുന്നു. അവളുടെ വീട്ടിൽ ഞാൻ അന്വേഷിച്ചു പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ +1 +2 പഠിക്കുന്ന സമയത്ത്. അന്നപ്പോ വീട്ടുകാർ അറിഞ്ഞായിരുന്നോ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്? ഞാൻ നേരെ ബെല്ലടിച്ച് അകത്തേറി ചായ കുടിക്കല്ലോ ചെയ്യുന്നത്. എന്നാലും അത് ഭയങ്കര രസമല്ല, കാരണം അന്ന് ഈ വാട്സപ്പ് ഈ മൊബൈൽ ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്? യു മീൻ ലെറ്റേഴ്സ്, കത്തുകൾ? ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും കത്തുകൾ ഇപ്പൊ സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടാളും? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഈ ജനറേഷൻ, എന്നെ പോലെ ഈ യൂത്ത് ജനറേഷൻ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് കയറി പറ്റല്ലേ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോട്ട് കാണുന്നതാണ് കോമഡി സ്റ്റാർസ്. യൂത്തിലേക്ക് അതൊന്നും ഇപ്പൊ പലതും തെറ്റും, കണക്കെടുക്കുന്നില്ല ഞാൻ. അന്വേഷിച്ച് കണ്ടെത്തിയത് ലിഡിയയുടെ തന്നെ വീടായിരുന്നു. ഇപ്പൊ ആ വീട്ടില് വിരുന്നുകാരനല്ല, ഫുൾ ടൈം ആയിരിക്കുന്നു. ഇനിയൊന്നും പറയാനില്ല അതില്. പിന്നെ ടുവിനോയിനെ ഏറ്റവും കൂടുതൽ ഡെയിലി ഫോണിൽ വിളിച്ച് അന്വേഷിക്കുന്നത് ആരാണ്? ഡെയിലി അന്വേഷിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ട് എന്നെ ദിവസം വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ മാനേജർ വിളിക്കും, എന്റെ ട്രെയിനർ വിളിക്കും, അങ്ങനെയൊക്കെ. അതല്ലാതെ സ്നേഹത്തോടെ അതെന്റെ മക്കളായിരിക്കും. ആവശ്യമൊക്കെ പറഞ്ഞാണോ അതോ ഇന്ന് എവിടെയുണ്ട് അപ്പ, എവിടെയാണ്, വരുവോ? അതാണ്. അങ്ങനെ ഭയങ്കര ആവശ്യങ്ങളുള്ള ആൾക്കാരല്ല, വെറുതെ എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി വിളിക്കും. എന്നാലും ഒരുപാട് ദിവസത്തെ ലൊക്കേഷൻ എന്നൊക്കെ ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും, അതുപോലെ തന്നെ ഇനി അജയന്റെ 2ാം മോഷണമൊക്കെ കാസർഗോഡൊക്കെയാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഒരുപാട് ദിവസത്തെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീട്ടിൽ വരും. എന്തായിരിക്കും മക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ സാധനം? ഞാൻ ഇല്ലാത്തപ്പോഴും മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അങ്ങനെ കഴിക്കാമല്ലോ. ഞാൻ അവിടെ കുറച്ച് സമയം അവരോട് ഇരിക്കാന്നുള്ളതല്ലേ. എനിക്കത് ഭയങ്കര ഫ്രണ്ട്ലി അപ്പനായിരിക്കും അല്ലേ? കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ ആയത് കാരണം കൊണ്ട് പിള്ളേരുടെ ബാക്കി കാര്യങ്ങളെല്ലാവരും പറഞ്ഞാൽ അവരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുകയോ അവർക്ക് മോറൽസ് പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് അവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നത് കുറച്ച് വല്ലപ്പോഴും ചെല്ലുന്ന സമയത്ത് ഇതിനൊന്നും മെനക്കെടണ്ട. അതായത് ഞാൻ അവരുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമാണ്, അതിന്റെ ഫ്രണ്ട്ലി ബന്ധമാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എന്റെ ഒരു നോട്ടത്തിൽ അവർക്കറിയാം, അതായത് ഞാൻ പ്രശ്നമായാലും ഒരു പ്രശ്നമാണെന്ന് അറിയാവുന്ന. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ടോ? പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇൻസിഡന്റേ കേട്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര വയലന്റ് ആയി അങ്ങനെ മിന്നൽ മുരളി ആവേണ്ട ഏതെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടോ ജീവിതത്തില്? സിനിമയിൽ വന്നതിന് ശേഷം വളരെ കുറവാ അങ്ങനെയൊക്കെ ഉള്ളത്. അല്ല, അത് വരും മനുഷ്യന്മാരല്ലേ. ദേഷ്യം പിടിപ്പിക്കുന്ന എന്ത് കാര്യമായിരിക്കും? പെട്ടെന്ന് ഞാൻ ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവരുടെ വർക്കിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളാണ്. അത് എവറിഡേ, അത് ഞാൻ എത്ര ടയർഡാണെങ്കിലും എങ്ങനെയാണെങ്കിലും റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെയുള്ള സമയത്ത് വർക്ക് വൃത്തിക്ക് എടുക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരാറുണ്ട്. പക്ഷെ അത് ഞാനത് പ്രകടിപ്പിക്കും എന്ന് നിർബന്ധമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന കാര്യം അവസരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതല്ല. അവസരം കിട്ടുന്ന സമയത്ത് ജോലി ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവിടെ കുഴപ്പമൊക്കെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വരും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് അന്വേഷണം റൗണ്ട് ആയിരുന്നു. ഇനി ചോദിക്കാൻ പോകുന്നത് കണ്ടെത്തിയ കാര്യങ്ങളെ പറ്റിയാണ്. കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നതാണല്ലോ. അപ്പൊ ഇനി കണ്ടെത്തിയ കാര്യങ്ങൾ കൂടെ ഞാൻ പെട്ടെന്നൊന്ന് ചോദിക്കാൻ പോവാണ്. ഏറ്റവും അടുത്ത് നിന്നിപ്പം കാണുന്നതാണ് നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്കയൊക്കെ. സോ ഇവരെ പറ്റി ഒന്ന് റിലേറ്റ് ചെയ്താണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മമ്മൂക്കയിൽ നിന്നും കണ്ടെത്തി പകർത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ചിന്ന കാര്യം. അതായത് പുള്ളിയുടെ ഏജിനെയും എക്സ്പീരിയൻസിനെയും പുള്ളിയുടെ സക്സസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. നമ്മളിപ്പോൾ റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ, അത് ഭയങ്കര അടിപൊളിയല്ലേ. ആ ഏജും എക്സ്പീരിയൻസും പുള്ളി നമുക്കൊക്കെ ഭയങ്കര മാതൃകയാണ്. പുള്ളിയുടെ ആ ഒരു പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയോട് പുള്ളിക്ക് ആർത്തിയാണെന്ന്. അപ്പൊ ആ ആർത്തി ഗുണം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് ഇത്ര വർഷമായാലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് മടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അതൊന്നുമില്ലാതെ ഓരോ ദിവസവും പുള്ളി ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി. ഇനി ലാൽ സാറിൽ നിന്നും അങ്ങനെ കണ്ടെത്തി അടുത്ത് നിന്നിപ്പോ ഒബ്സർവ് ചെയ്തപ്പോ കണ്ടെത്തിയ ഒരു കാര്യം, ഞാൻ കൂതറ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യൂവിൽ ഞാൻ ഒന്ന് ടേൺ ചെയ്ത് ക്യാമറയ്ക്ക് ഫേവറായിട്ട് വരണം. ഞാനൊരു സെക്കൻഡിൽ ഈ പറഞ്ഞ ഡംസ്റ്റർക്ക് നോക്കിയാണ് ഞാനത് വിട്ടുപോയപ്പോ പുള്ളിയുടെ കൈ എന്റെ തോളത്ത് വന്ന്, അത് നാച്ചുറലി ആ സീനിൽ അത് തോളത്ത് കൈ വെച്ച് ഈ തമ്പ് വെച്ച് എന്നെ പുഷ് ചെയ്തപ്പോ എനിക്കത് ക്ലിക്ക് ചെയ്തു. ഞാനപ്പോ നമ്മളൊരാൾ തമ്പ് വെച്ച് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തിരിയും. അങ്ങനെ തിരിയുക, അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ്. പിന്നെ ഈ ഡെഫിനറ്റ്ലി ഗിഫ്റ്റഡ്. അതും ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്രയും വർഷം ലോകത്തെവിടെയെങ്കിലും ആക്ടേഴ്സ് ഇതേപോലെ അത് ആ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ആക്ടേഴ്സും ബെസ്റ്റ് ആളുകളുമായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇവര് മാത്രമേ ഉള്ളൂ. ഇനി ഒരാളെയും പറ്റി ചോദിച്ചിട്ട് നമ്മളിത് ഗേൾസിന് വേണ്ടി ഞാൻ കൈമാറാൻ പോവാണ് എന്റെ ടോവിയിലെ ദുൽഖർ സൽമാനിൽ നിന്നും കണ്ടെത്തിയ ഒരു എലമെന്റ്. ദുൽഖർ സൽമാനിൽ നിന്ന് കണ്ടെത്തിയ എലമെന്റ് എന്ന് വെച്ചാൽ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോ തൊട്ട് എനിക്ക് ദുൽഖർ സൽമാനെ പരിചയമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളതെന്ന് വെച്ചാൽ പുള്ളിനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോഴും എനിക്ക് ആ വാംത്ത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ആ വാംത്ത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുറത്ത് ഭയങ്കര ബഹളങ്ങളൊക്കെ നടക്കും. ആൾക്കാരൊക്കെ വിചാരം ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ നമ്മൾ ഭയങ്കര അവന്റെ ഒരു പടം ഹിറ്റ് അങ്ങനെ. ഒരു പക്ഷെ നിങ്ങളോട് പറയുന്നതിനേക്കാളും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് തമ്മിലായിരിക്കും. ചില ഹ്യൂമറുകൾ ഞങ്ങൾക്ക് തമ്മിൽ പറയാൻ പറ്റും. ചില കാര്യങ്ങളിലെ അവസ്ഥ നിനക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ പറയാനുണ്ടാവും. ആ ഈക്വേഷൻ ഇതുവരെയും മാറിയിട്ടില്ല. രണ്ടുപേരുടെയും പൊസിഷൻസ് എത്ര മാറിയാലും ആ ഈക്വേഷൻ രണ്ടുപേരും മാറിയിട്ടില്ല. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത് എന്റെ എഫേർട്ടാണെന്ന് ഞാൻ പറയില്ല, അത് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് അദ്ദേഹമായിരിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ഈ ഒരു റൗണ്ട്. പിന്നെ നമ്മുടെ ഈ ഗേൾസ് ടൊവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഗ്രാൻഡ് സർപ്രൈസ് ഇപ്പോഴാട്ടോ ഒന്ന് പൊട്ടിച്ചത്. ഞാൻ ഇവരോട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ചാലഞ്ച് ഒരു സോപ്പി ഫുട്ബോൾ ചാലഞ്ച് ആയിരുന്നു. എല്ലാരും നടുതല്ലി വീണു. റോഷന എന്ത് തോന്നുന്നു ടൊവിയുടെ തൊട്ടടുത്തിരുന്നപ്പോ? സോ ഹാപ്പി. എന്നാലും എന്ത് തോന്നുന്നു? ലൈക്ക് ടൊവി എന്ന് പറയുന്ന ഒരു ക്രഷ് ആണ്. കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ ക്രഷ്, ഒരുപാട് പെൺകുട്ടികളുടെ ക്രഷ് ആണ് സ്റ്റിൽ. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്തിരുന്നപ്പോ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? അങ്ങനെ പറയാൻ പെട്ടെന്ന് പറ്റണില്ല. അതെ. ഇനി അമൃതയ്ക്ക് എന്താണ് തോന്നുന്നത്? കാരണം ഓൺ ടു ദ ലെഫ്റ്റ് സൈഡ്, ഓൺ ടു യുവർ റൈറ്റ് സൈഡ് സീറ്റഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാൻസം മാൻ ഇൻ മലയാളം. അപ്പോ എന്തായാലും ഗേൾസ് ഭയങ്കര ഹാപ്പി അല്ലേ? സൂപ്പർ ഹാപ്പി. സോ ബിഹൈൻഡ് വുഡ്സ് പ്രസന്റിംഗ് അന്വേഷിപ്പിൻ കണ്ടെത്തും. വിഷിംഗ് ഓൾ ദ സക്സസ് ടു ദ എൻറ്റയർ ടീം. ബിഹൈൻഡ് വുഡ്സിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. സോ ഗ്രാൻഡ് ട്രഷർ ഹണ്ടിന് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് ഞങ്ങളുടെ ഗേൾസിന് കൊടുത്തതിന്, വ്യൂവേഴ്സിന് കൊടുത്തതിന് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഈ ട്രഷർ ഹണ്ടിൽ പങ്കെടുത്തതിലും ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായതിലും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവട്ടെ. ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. താങ്ക് യു സോ മച്ച്. അപ്പോ ടൊവി ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഞങ്ങളുടെ 3 ടീമായിട്ടായിരുന്നു ഇവരെ ഡിവൈഡ് ചെയ്തത്. സോ വിൽ ഗിവ് യു 3 ഓഫ് ദ ഗിഫ്റ്റ്സ്. ഓക്കേ, ആദ്യത്തെ ടീം ദിസ് യു ക്യാൻ കളക്ട്. അങ്ങനെ ടീമായിട്ടായിരുന്നു. ടീമായിരുന്നു. നമുക്ക് എണീച്ച് നിൽക്കാം. അമൃത ആൻഡ് റോഷന ഇങ്ങനെ and to Ashika and Devika. താങ്ക് യു. So with a sweet selfie moment ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ചാലഞ്ച് the grand treasure hunt. എല്ലാരും അല്ലേ? നീ കണ്ടില്ലെന്ന് പറയരുത്. Thank you. അപ്പോൾ നടക്കട്ടെ എല്ലാവർക്കും. All the best. Thank you so much. Behind Woods presents അന്വേഷിപ്പിൻ കണ്ടെത്തും ഗ്രാൻഡ് ട്രഷർ ഹണ്ട് സപ്പോർട്ടഡ് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പാം ട്രീ, ബാഗി സ്കൂൾ ഓഫ് ജർമ്മൻ ആൻഡ് കേരള മാട്രിമോണി. പിരിയാത്ത ബന്ധങ്ങൾക്കായി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. ഡേറ്റ്സിനും നട്ട്സിനും ബെസ്റ്റ് പാം ട്രീ തന്നെ. ബാഗി സ്കൂൾ ഓഫ് ജർമ്മൻ. കേരള മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇൻട്രസ്റ്റ് നോക്കി കണക്ട് ആകും.